കിടിലോസ്കി പനീർ ചീസ് സമൂസേൻ്റെ റെസിപ്പിയോടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ മസാലയിലേക്ക് കിടക്കാം. മസാല ഉണ്ടാക്കാൻ ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെണ്ണ ഇടുക. വെണ്ണ ഇട്ടാൽ ടേസ്റ്റ് കൂടും. അതിലേക്ക് കുറച്ച് ജീരകം ഇടുക. ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്നവരെ അതിൻ്റെ പച്ച മണം മാറുന്നവർ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച മുളക് ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ സെയിം പ്രൊസീജിയർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മാസ്റ്ററായിട്ടുള്ള ഒണിയൻ വന്നു നമ്മുടെ ഉള്ളിയിട്ട് അതും അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു തക്കാളി ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു തക്കാളി ഇട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും ക്യാപ്സിക്കവും ഇട്ട് ഒന്ന് വേവാൻ വെക്കണം. അപ്പോൾ ഏതാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ കെച്ചപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചിട്ട് മൊത്തത്തിൽ നാക്കി 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഫില്ലിംഗ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷീറ്റിലേക്ക് കുറച്ച് മസാല ഇട്ട് അതിൻ്റെ മുകളിലേക്ക് മോസറല്ല ചീസ് ഇട്ട് നല്ല രീതിയിലൊന്ന് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നിറമാറി വരുമ്പോഴേക്കും നമുക്കത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സമൂസ റെഡിയായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് നടുക്കുന്ന പൊട്ടിച്ച് വലിക്കുമ്പോൾ ആ വലിച്ചല് കണ്ടാ സഹിക്കണില്ല. കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. മെയിനായിട്ടുള്ള കാര്യം എന്താ അറിയോ, ഇത് നോൺ വെജ് മാറിക്കും ഈ സമൂസേൻ്റെ മുമ്പിൽ. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.